Hi students, welcome back. ഇന്ന് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് എനർജി കൺസിഡറേഷൻ, എ ക്വാണ്ടിറ്റേറ്റീവ് സ്റ്റഡി ആണ്. ഓക്കെ, നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്, അല്ലെങ്കിൽ ഓൾറെഡി നമ്മൾ ഒരു ക്വാളിറ്റേറ്റീവ് സ്റ്റഡി നടത്തിയിട്ടുള്ളതാണ്. ലെൻസ് ലോ ഈസ് ബേസ്ഡ് ഓൺ ദ കൺസർവേഷൻ ഓഫ് എനർജി. എനർജി കൺസർവേഷനെ ബേസ് ചെയ്തിട്ടാണ് ലെൻസ് ലോ, അല്ലെ? അപ്പൊ അതുപോലെ തന്നെ ഇവിടെ നമ്മൾ എന്ത് ചെയ്യാണ്, ഒരു യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡില് ഒരു കണ്ടക്ടറിനെ മൂവ് ചെയ്യിക്കുകയാണ്. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത പോലെ തന്നെ ഒരു റെക്ടാംഗുലർ ആയിട്ടുള്ള ഒരു ഫ്രെയിം വർക്ക് നമ്മൾ കൺസിഡർ ചെയ്യുന്നു. ആ റെക്ടാംഗുലർ ഫ്രെയിം വർക്കിനെ നമ്മൾ എന്ത് ചെയ്യാണ്, PQRS എന്ന് പറയുന്ന റെക്ടാംഗുലർ ഫ്രെയിം വർക്ക്. ആ റെക്ടാംഗുലർ ഫ്രെയിം വർക്ക് ഒരു ഫിക്സഡ് ആക്കി വെച്ചിരിക്കുകയാണ്. എന്നിട്ട് ഒരു കണ്ടക്ടർ MN എന്ത് ചെയ്തു, MN അതിലൂടെ മൂവ് ചെയ്യാണ്. കണ്ടക്ടർ MN ഈസ് മൂവിങ് വിത്ത് എ വെലോസിറ്റി V. ഇത് V വെലോസിറ്റിയോട് കൂടി മൂവ് ചെയ്യാണ്. അങ്ങനെ V വെലോസിറ്റിയോട് കൂടി ഈ കണ്ടക്ടർ മൂവ് ചെയ്യുമ്പോൾ അവിടെ ഒരു ഇൻഡ്യൂസ്ഡ് EMF ഉണ്ടായിരുന്നു പറഞ്ഞു. ആ ഇൻഡ്യൂസ്ഡ് EMF കൊണ്ട് ഇതിലൂടെ എന്ത് ചെയ്തു, ഒരു കറണ്ട് ഫ്ലോ ചെയ്തു എന്നുള്ള കേസൊക്കെ നമ്മൾ പഠിച്ചതാണ്. ഓക്കെ, അപ്പൊ നമുക്കറിയാം കറണ്ട് I is equal to, അക്കോർഡിംഗ് ടു ഓംസ് ലോ നമുക്ക് അറിയാവുന്നതാണ് V/R, അല്ലെ? അക്കോർഡിംഗ് ടു ഓംസ് ലോ കറണ്ട് I is equal to V/R. ഇവിടെ വോൾട്ടേജ് അല്ല EMF ആയതുകൊണ്ട് നമുക്ക് എങ്ങനെ എഴുതാം, E ഡിവൈഡഡ് ബൈ R എന്ന് എടുക്കാം. ഓക്കെ, കറണ്ട് I is equal to E/R, ഇൻഡ്യൂസ്ഡ് EMF ഡിവൈഡഡ് ബൈ R. ഓക്കെ, ഇൻഡ്യൂസ്ഡ് EMF നമ്മൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞതാണ്. ഇൻഡ്യൂസ്ഡ് EMF ഡെവലപ്ഡ് ഇൻ ദിസ് കണ്ടക്ടർ is equal to BLV. അപ്പൊ BLV ഡിവൈഡഡ് ബൈ R ആണ് അതിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് എന്ന് പറയുന്നത്. ഇവിടെ R എന്ന് പറഞ്ഞ എന്താ, റെസിസ്റ്റൻസ് ആണ്. ആരുടെ റെസിസ്റ്റൻസ് ആണ്? ഈ മൂവ് ചെയ്യുന്ന കണ്ടക്ടർ MN എന്ന് പറയുന്ന ഈ കണ്ടക്ടറിന്റെ റെസിസ്റ്റൻസ് ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് ചോദിക്കാം, ഇവിടെയുള്ള ബാക്കി കണ്ടക്ടേഴ്സിന്റെ കേസ് ചോദിച്ചു നോക്കാം. ഇൻഡ്യൂസ്ഡ് EMF ഡെവലപ്പ് ചെയ്യുന്നത് ഈ കണ്ടക്ടറിലാണ്. ഇവിടുത്തെ റെസിസ്റ്റൻസ് എല്ലാം നമ്മൾ എന്ത് ചെയ്തു, നെഗ്ലിജിബിളി സ്മോൾ ആയിട്ടാണ് എടുക്കുക. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇവിടെയൊന്നും റെസിസ്റ്റൻസ് വളരെ കുറവാണ്. ആകെ ഏതിനുള്ളൂ, MN ആണ് എന്ത് ചെയ്യുക, റെസിസ്റ്റൻസ് ഉള്ളത്. ആ റെസിസ്റ്റൻസിനെ നമ്മൾ സ്മോൾ R ആയിട്ട് കൺസിഡർ ചെയ്തു. അപ്പൊ കറന്റ് ഡെവലപ്ഡ് ഈസ് ഈക്വൽ ടു എന്തോരം, BLV ഡിവൈഡഡ് ബൈ R. ഓക്കെ ആണല്ലോ. ഓക്കെ, ഇനി നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിലെല്ലാം പഠിച്ചിട്ടുള്ളതാണ് ഫോഴ്സ് ആക്ടിങ് ഓൺ ദാറ്റ് കണ്ടക്ടർ. ഓക്കെ, ഈ കണ്ടക്ടർ MN എന്ന് പറയുന്ന ഈ കണ്ടക്ടർ ഇരിക്കുന്നത് ഒരു യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡിലാണ്. അപ്പൊ മാഗ്നറ്റിക് ഫീൽഡ് അവിടെ എന്ത് ചെയ്യും, ഒരു ഫോഴ്സ് എക്സേർട്ട് ചെയ്യും. അപ്പൊ അങ്ങനെ ഫോഴ്സ് എക്സേർട്ട് ചെയ്യുന്നതിന്റെ ഇക്വേഷൻ നമ്മൾ 4th ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട്. ഫോഴ്സ് ആക്ടിങ് ഓൺ എ കറന്റ് ക്യാരിയിങ് കണ്ടക്ടർ ഇപ്പൊ എന്ത് വരും, പ്ലേസ്ഡ് ഇൻ യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ് ഈസ് ഈക്വൽ ടു I into L cross B. അല്ലെ, ഫോഴ്സിന്റെ ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഫോഴ്സ് F is equal to I into L cross B. നമുക്ക് മാക്സിമം എടുക്കാം, that is equal to I into L into B. ഓക്കെ, ഐയുടെ വാല്യൂ നമുക്കറിയാം BLV ഡിവൈഡ് ബൈ R ആണ്. ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു നോക്കാം. BLV ഡിവൈഡഡ് ബൈ R ഇൻറ്റു LV. അപ്പൊ നമുക്ക് എത്ര വന്നു ആൻസർ, ഇൻറ്റു B സ്ക്വയർ, B സ്ക്വയർ ഇൻറ്റു L ഇൻറ്റു L ഇസ് ഈക്വൽ ടു L സ്ക്വയർ V ഡിവൈഡഡ് ബൈ R. R എന്ന് പറയുന്നത് അവിടെ റെസിസ്റ്റൻസ് ആണ്. റെസിസ്റ്റൻസ് ഓഫ് MN ആണ് നമ്മൾ കൺസിഡർ ചെയ്യാം. V എന്ന് പറയുന്ന വെലോസിറ്റി വിത്ത് വിച്ച് MN മൂവ്സ്. ഓക്കെ, BM ലെങ്ത് ഒക്കെ നമുക്ക് അറിയാവുന്ന കേസ് ആണല്ലോ. അപ്പൊ B സ്ക്വയർ L സ്ക്വയർ V ഡിവൈഡഡ് ബൈ R ആണ് അവിടെ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ ആണ്. അപ്പൊ ഫോഴ്സ് ഡിറൈവ് ചെയ്ത് വന്നിരിക്കുന്നത് നമുക്കറിയാം, മാഗ്നറ്റിക് ഫീൽഡ് കൊടുക്കുന്ന ഫോഴ്സ് ആണ് F is equal to I into L cross B, അല്ലെ? I into L cross B അതിന്റെ മാക്സിമം വാല്യൂ എത്രയായിരിക്കും, ILB ആണ്. അപ്പൊ ഐക്ക് പകരം നമ്മൾ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, എന്നിട്ട് നമ്മൾ റീഅറേഞ്ച് ചെയ്ത് എഴുതി. ഇതാണ് ഫോഴ്സ് എക്സേർട്ടിംഗ് ഓൺ ദാറ്റ് കണ്ടക്ടർ. ഓക്കെ, ഇനി ഈ ഫോഴ്സ് F ഉണ്ട് ഈ കണ്ടക്ടറിൽ, MN എന്ന് പറയുന്ന കണ്ടക്ടറിൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. ഇനി അതിന്റെ വെലോസിറ്റി നോക്കിയാൽ V വെലോസിറ്റിയോട് കൂടിയിട്ടാണ് അത് ഇങ്ങോട്ട് മൂവ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ പവർ ഡെവലപ്ഡ് ഇൻ എ കണ്ടക്ടർ എന്ന് പറയുന്നത് എത്രയായിട്ട് എടുക്കാം, പവർ ഇസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു വെലോസിറ്റി എന്നെടുക്കാലോ. ഓക്കെ, പവർ P ഇസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു വെലോസിറ്റി എന്ന് നമുക്ക് എഴുതാം. ഓക്കെ, ഇനി ഫോഴ്സ് ഇൻറ്റു വെലോസിറ്റി എന്ന് പറയുന്ന ഇക്വേഷൻ പവർ P ഇസ് ഈക്വൽ ടു വർക്ക് ബൈ ടൈം ആണ്.
വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് ആണ്, ഡിവൈഡഡ് ബൈ ടൈം ആണ് അല്ലെ. ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ്, വർക്ക് ഇസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് ആണല്ലോ. ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം എന്ന് പറയുന്നതാണ് വെലോസിറ്റി. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? എഫ് ഇൻറ്റു വി എന്ന് എഴുതാം. ഓക്കെ, പവർ പി ഇസ് ഈക്വൽ ടു എഫ് ഇൻറ്റു വി. എഫ് നമുക്കറിയാം, എഫ് ഇസ് ഈക്വൽ ടു ബി സ്ക്വയർ എൽ സ്ക്വയർ വി ഡിവൈഡഡ് ബൈ ആർ ഇൻറ്റു വെലോസിറ്റി. വെലോസിറ്റി ഇസ് ഈക്വൽ ടു വി. അപ്പൊ വി ഇൻറ്റു വി, വി സ്ക്വയർ എന്ന് വരും. therefore പവറിന്റെ ഇക്വേഷൻ നമുക്കറിയാം, പവർ പി ഇസ് ഈക്വൽ ടു അല്ലെ, പവർ പി ഇസ് ഈക്വൽ ടു ബി സ്ക്വയർ എൽ സ്ക്വയർ വി സ്ക്വയർ ഡിവൈഡഡ് ബൈ ആർ. ഓക്കെ, അപ്പൊ ബി സ്ക്വയർ എൽ സ്ക്വയർ വി സ്ക്വയർ ഡിവൈഡഡ് ബൈ ആർ ആണ് പവറിന്റെ ഇക്വേഷൻ. ഓക്കെ, അപ്പൊ നമ്മൾ ഈ എം എന്ന് പറയുന്ന ഈ കണ്ടക്ടറിനെ അല്ലെ മൂവ് ചെയ്യിക്കുകയാണ്, വി വെലോസിറ്റിയിൽ മൂവ് ചെയ്യിക്കുകയാണ്. അപ്പൊ അവിടെ നമ്മൾ എന്താ ചെയ്യുന്നത്? വി വിൽ ഡു സർട്ടൺ മെക്കാനിക്കൽ വർക്ക് അല്ലെ. മൂവ് ചെയ്യിക്കാനായിട്ട് മെക്കാനിക്കൽ വർക്ക് ചെയ്യുന്നുണ്ട്. ആ മെക്കാനിക്കൽ വർക്ക് ഇവിടെ എന്ത് എനർജി ആയിട്ട് സ്റ്റോർ ചെയ്യാണ്? ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് സ്റ്റോർ ചെയ്യാണ്. മെക്കാനിക്കൽ എനർജി ഈസ് കൺവേർട്ടഡ് ഇൻ ടു ഇലക്ട്രിക്കൽ എനർജി. അപ്പൊ ഇലക്ട്രിക്കൽ എനർജി ഡെവലപ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എനർജി ഈസ് ഈക്വൽ ടു പവർ ഇൻറ്റു ടൈം അറിയാം. അപ്പൊ പവർ, ഇലക്ട്രിക്കൽ പവർ അവിടെ ഡെവലപ്പ് ചെയ്യുന്നതും എന്ത് തന്നെയാണ്? ബി സ്ക്വയർ എൽ സ്ക്വയർ വി സ്ക്വയർ ഡിവൈഡ് ബൈ ആർ എന്ന് തന്നെ കിട്ടും. അതെങ്ങനെയാണ് ഡെവലപ്പ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പവർ ഇസ് ഈക്വൽ ടു നമുക്കറിയാം അല്ലെ. പവറിന്റെ ഇക്വേഷൻ നമുക്ക് ഇപ്പൊ കിട്ടിയിരിക്കുന്ന ഈ രീതിയിലാണ്. ഇനി പവർ ഇസ് ഈക്വൽ ടു അക്കോർഡിംഗ് ടു ജൂൾസ് ലോ അല്ലെ, ജൂൾസ് ലോ അനുസരിച്ച് പവർ ഇസ് ഈക്വൽ ടു ഐ സ്ക്വയർഡ് ഇൻറ്റു ആർ ആണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഐയുടെ വാല്യൂ അറിയാം, ബി എൽ വി ബൈ ആർ ആണ് അല്ലെ. അപ്പൊ റെസിസ്റ്റൻസിന് നമുക്ക് സ്മോൾ ആർ ആയിട്ട് കൊടുക്കാം. സ്മോൾ ആർ ആണല്ലോ ഇവിടുത്തെ റെസിസ്റ്റൻസ് എടുത്തിരിക്കുന്നത്. അപ്പോ പവർ ഇസ് ഈക്വൽ ടു ഐ സ്ക്വയർഡ് ഇൻറ്റു ആർ. അങ്ങനെയാണെങ്കിൽ ഐ സ്ക്വയർ എത്രയായിട്ട് എഴുതാം? ഐ ഇസ് ഈക്വൽ ടു ബി എൽ വി ബൈ ആർ. അങ്ങനെ വരുമ്പോ ബി സ്ക്വയർ എൽ സ്ക്വയർ വി സ്ക്വയർ ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ ഇൻറ്റു ആർ. ആർ ആർ ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നിന്ന് വരുമല്ലോ ബി സ്ക്വയർ എൽ സ്ക്വയർ വി സ്ക്വയർ ഡിവൈഡഡ് ബൈ ആർ എന്ന് വരും. ആ ഇക്വേഷൻ ഈ ഇക്വേഷൻ പവറുമായിട്ട് എന്താണ്? സെയിം തന്നെയാണ്. അപ്പൊ ഇവിടുത്തെ പവർ എന്ന് പറയുന്നത് അല്ലെ, പവർ അല്ലെ ആ ഇലക്ട്രിക്കൽ പവർ എന്തുവരും? കൺവേർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മൾ അവിടെ എം എന്ന് പറയുന്ന കണ്ടക്ടറിൽ എന്ത് ചെയ്യുന്നുണ്ട്? ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. ആ ഫോഴ്സ് ആക്ട് ചെയ്യുന്നതുകൊണ്ട് അത് എന്ത് ചെയ്യുന്നുണ്ട്? ഡിസ്പ്ലേസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഡിസ്പ്ലേസ് ചെയ്യുമ്പോൾ അവിടെ എന്തുണ്ട് ഉണ്ടാവുന്നുണ്ട്? മെക്കാനിക്കൽ എനർജി ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, that mechanical energy is converted into electrical energy and it is lost as എന്ത് വരും? ഹീറ്റ് ആയിട്ടാണ് പോകുന്നത് അക്കോർഡിംഗ് ടു ജൂൾസ് ലോ അനുസരിച്ച്. അപ്പൊ ജൂൾസ് ലോ അനുസരിച്ച് എന്ത് വരും? പി ഇസ് ഈക്വൽ ടു ഐ സ്ക്വയർഡ് ആർ ആണ്. അപ്പൊ ബി സ്ക്വയർ എൽ സ്ക്വയർ വി സ്ക്വയർ ഡിവൈഡ് ബൈ ആർ ആണെന്ന് നമുക്ക് കിട്ടി. ഓക്കെ, അപ്പൊ ആ കേസ് എന്താന്നുള്ളത് ക്ലിയർ ആണല്ലോ. ഓക്കെ, ഇനി നമുക്ക് റിലേഷൻ അല്ലെ, റിലേഷൻ ബിറ്റ്വീൻ ഫ്ലെക്സ് ആൻഡ് ചാർജ്, ഫ്ലെക്സും ചാർജും തമ്മിലുള്ള റിലേഷൻ എങ്ങനെയാണെന്നൊന്ന് നോക്കാം. ഇൻഡ്യൂസ്ഡ് EMF ഡെവലപ്ഡ് ഇൻ എ കണ്ടക്ടർ, അതിന്റെ ഇക്വേഷൻ നമുക്കറിയാം. ഇൻഡ്യൂസ്ഡ് EMF E ഇസ് ഈക്വൽ ടു, ഓക്കെ, അല്ലെങ്കിൽ ഈ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ ഈ യൂസ് ചെയ്യാം. ഇൻഡ്യൂസ്ഡ് EMF ഡെവലപ്ഡ് ഇൻ എ കണ്ടക്ടർ വിച്ച് ഈസ് ഈക്വൽ ടു മൈനസ് d5 ബൈ dt അല്ലെ. മാഗ്നിറ്റ്യൂഡ് വൈസ് എടുക്കുകയാണെങ്കിൽ d5 ഡിവൈഡഡ് ബൈ dt എന്ന് എടുക്കാം. ഓക്കെ, അല്ലെങ്കിൽ മൈനസ് d5 ബൈ dt ലെൻസ് ലോ അനുസരിച്ച് അല്ലെ, ഡയറക്ഷനും കൂടെ പ്രൊവൈഡ് ചെയ്യാം. ഇനി നമുക്കറിയാം വോൾട്ടേജ് ഡെവലപ്ഡ് ഇസ് ഈക്വൽ ടു ഐ ഇൻറ്റു ആർ അല്ലെ. അപ്പൊ അവിടെ നമുക്ക് എന്ത് കൊടുക്കാം? വോൾട്ടേജ് എന്ന് പറയുന്ന EMF തന്നെയായിട്ട് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ E ഇസ് ഈക്വൽ ടു ഐ ഇൻറ്റു ആർ. ഓക്കെ, ആർ ഈസ് ദ റെസിസ്റ്റൻസ്, ഐ എന്ന് പറയുന്നത് എന്താണ്? കറണ്ട് ആണ്. ഇനി നമുക്ക് എടുക്കാം കറണ്ട് ഐ ഈസ് ഈക്വൽ ടു വാട്ട് ഈസ് കറണ്ട്? റേറ്റ് ഓഫ് ഫ്ലോ ഓഫ് ചാർജ് ഈസ് നോൺ ആസ് എന്ത് വരും? കറണ്ട് അല്ലെ. കറണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ചാർജിന്റെ ഫ്ലോയിനെയാണ്, റേറ്റ് ഓഫ് ഫ്ലോ ഓഫ് ചാർജിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ? കറണ്ട് എന്ന് പറയാം. അപ്പൊ ഐക്ക് പകരം നമുക്ക് ഡി ക്യൂ ഡിവൈഡഡ് ബൈ ഡി ടി എന്ന് എഴുതാം. ഓക്കെ, ഇൻറ്റു ആർ. ഇനി രണ്ട് ഇക്വേഷനോടെ നമുക്ക് എന്ത് ചെയ്യാം? ഇക്വേറ്റ് ചെയ്യാം. അപ്പൊ നമുക്ക് എന്ത് വരാം? ഡി ക്യൂ ഡിവൈഡഡ് ബൈ ഡി ടി ഈക്വൽ ടു ഇൻറ്റു ആർ ഈക്വൽ ടു d5 ഡിവൈഡഡ് ബൈ dt. മാഗ്നിറ്റ്യൂഡ് വൈസ് ആണ് കേട്ടോ ഞാനിപ്പോ പറയുന്നത്. ഡയറക്ഷൻ വൈസ് ആയ ഒരു നെഗറ്റീവ് സൈഡും കൂടെ ഉണ്ട്. അപ്പൊ dt എന്ത് ചെയ്യാം? ക്യാൻസൽ ചെയ്തു പോകും.
അപ്പൊ നമുക്ക് എന്തായിട്ട് വരും? ഡി ക്യൂ ഈസ് ഈക്വൽ ടു ഡി ഫൈ ഡിവൈഡഡ് ബൈ ആർ. ഓക്കെ അല്ലെ? ഡി ക്യൂ എന്ന് പറയുന്ന സ്മോൾ എമൗണ്ട് ഓഫ് ചാർജ് അല്ലെങ്കിൽ ഡിഫറൻസ് ഇൻ ചാർജ് എന്നൊക്കെ പറയാം. അപ്പൊ ആ ചാർജ് ഇസ് ഈക്വൽ ടു എന്ത് വരും? റേറ്റ് ചേഞ്ച് ഇൻ ഫ്ലക്സ് ഡിവൈഡഡ് ബൈ ആർ എന്ന് എടുത്താൽ മതി. ആർ ഇസ് ദ റെസിസ്റ്റൻസ്. ഓക്കെ, ആർ ക്യാപിറ്റൽ ആർ ആയിട്ട് എഴുതാം. ആർ ഇസ് ദ റെസിസ്റ്റൻസ്. ഏത് ആർ എഴുതിയാലും റെസിസ്റ്റൻസ് ആണെന്ന് നമ്മൾ മനസ്സിലാക്കി ഇരുന്നാൽ മതി. ഓക്കെ, ഡി ക്യൂ ഇസ് ഈക്വൽ ടു ഡി ഫൈ ബൈ ആർ. അപ്പൊ ചാർജും ഫ്ലക്സും തമ്മിലുള്ള റിലേഷനും നമ്മൾ ഇവിടെ നിന്ന് എഴുതി. Okay, I think these topics are clear for you. If you like this video, please subscribe and enable the bell button. Thank you.